ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നവംബർ 1 മുതൽ ആധാർ കാർഡ് നിയമത്തിൽ മാറ്റം വരുന്നു. ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ സ്വകാര്യ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. പേര്, മേൽവിലാസം, ജനന തീയതി, മൊബൈൽ നമ്പർ പോലുള്ള സ്വകാര്യ വിവരങ്ങൾ ഇനി പൂർണ്ണമായും ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ആളുകളെ അനുവദിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻപ് ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആളുകൾ ഒരു ദിവസം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ക്യൂ നിൽക്കണമായിരുന്നു. അതിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മാറ്റം ഇന്ത്യയിൽ ഉടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടും. കൂടാതെ ആളുകൾക്ക് ആധാർ സംബന്ധിച്ച സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുകയും ആധാർ കൂടുതൽ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ആധാർ വേഗത്തിലും സുരക്ഷിതമായി എല്ലാവർക്കും കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ എങ്ങനെയെന്ന് നോക്കാം. ആധാറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ. നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ വിശദാംശങ്ങൾ, അതായത് പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ സർക്കാരിൻ്റെ ഔദ്യോഗിക ഡാറ്റാബേസുമായി ക്രോസ് ചെക്ക് ചെയ്യും. ഈ പ്രക്രിയ ആധാർ അപ്ഡേഷൻ മാനുവലായി വെരിഫൈ ചെയ്യുന്നത് കുറയ്ക്കും. ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡാറ്റയിലെ തെറ്റുകൾ കുറയ്ക്കുകയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഡാറ്റ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇതിൻ്റെ ഫീസ് ഘടന പരിഷ്കരിച്ചിട്ടുണ്ട്. ആധാർ ഉപഭോക്താക്കൾക്ക് എൻറോൾമെൻറ്റ് സെൻ്ററുകളിൽ ഓഫ്ലൈനായി അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. അതേസമയം ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധിയും നീട്ടിയിട്ടുണ്ട്. 2025 ഡിസംബർ 31-നകം ജനങ്ങൾ ആധാർ പാനുമായി ലിങ്ക് ചെയ്യണം. ഇത് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. 2025 ഡിസംബർ 31-നകം ആധാർ പാനുമായി ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമായി മാറാൻ സാധ്യതയുണ്ട്. 2026 ജനുവരി 1 മുതൽ അവരുടെ പാൻ അസാധുവാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. പുതുതായി പാൻ കാർഡ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ആധാർ ഒതൻറ്റിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ KYC പ്രക്രിയയും ഇപ്പോൾ ലളിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഇപ്പോൾ KYC അപ്ഡേറ്റുകൾ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. സംസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വലിയ മാറ്റം. സ്വർണ്ണവില കുറയുകയാണ് ചെയ്തത്. പവന് 1200 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ പവന് 88,600 രൂപയായി. രാവിലെ 89,800 രൂപയായിരുന്നു. ഗ്രാമിന് 150 രൂപ കുറഞ്ഞ് 11,075 രൂപയായി. രാവിലെ 75 രൂപ കുറഞ്ഞത് 11,225 രൂപയായിരുന്നു. ഇതോടെ ഇന്ന് മൊത്തം പവന് 1,800 രൂപ കുറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷമാണ് സ്വർണ്ണവില പവന് 90,000 രൂപയിൽ താഴെ വരുന്നത്. ഒക്ടോബർ 8-നാണ് സ്വർണം 90,000-ൽ കടന്നത്. ഒക്ടോബർ 21-ലെ 97,360 ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വില. എന്നാൽ അന്ന് വൈകിട്ട് മുതൽ തന്നെ വില കുറയുന്ന പ്രവണതയായിരുന്നു പിന്നീടുള്ള അധിക ദിവസങ്ങളിലും കണ്ടത്. സ്വർണ്ണവില ഇനിയും കുറയുമെന്നാണ് പ്രതീക്ഷ. പണിക്കൂലി കൂട്ടാതെ തന്നെ ഒരു പവൻ 1,00,000 കടക്കുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണെന്നാണ് സ്വർണ്ണവിലയിലെ ഈ കുറവ്. നിലവിൽ പണിക്കൂലി അടക്കം ഒരു പവന് സ്വർണത്തിന് 1,00,000-ലധികമാകും. ചില ദിവസങ്ങളിൽ 3 തവണ വരെ വിലയിൽ മാറ്റമുണ്ടാകുന്നുമുണ്ട്.